നമസ്കാരം. നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് മറ്റേ ലീനിയർ ബന്ധപ്പെട്ട കോമ്പിനേഷൻസും മറ്റേ റോൺസ്കിയും ലീനിയർ ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അടുത്തതായി നമ്മൾ അതിൽ നിന്ന് മാറി വീണ്ടും പഴയ മെട്രിക്സിലേക്ക് തന്നെ പോകും. ചെറിയൊരു പോർഷൻ സം സ്പെഷ്യൽ മെട്രിക്സസ്, കുറച്ച് മെട്രിക്സുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചില മെട്രിക്സുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണം. അത് വെച്ചിട്ടാണ് അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കേണ്ടിയിരുന്നുള്ളത് കൊണ്ട് ഇൻട്രൊഡക്ഷൻ പോലെ ഏതൊക്കെയാണ് സ്പെഷ്യൽ മെട്രിക്സുകൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ മെട്രിക്സ് ശരിക്കും സ്പെഷ്യൽ മെട്രിക്സുകളിൽ ട്രാൻസ്പോസ് മെട്രിക്സ്, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഇതൊക്കെ നമുക്കറിയാം. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ഓർത്തോഗണൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പോൾ A × A ട്രാൻസ്പോസ് = I എന്നുള്ള മെട്രിക്സിനാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. അതൊക്കെ നമുക്ക് പ്ലസ് ടു പഠിച്ചു നോക്കിയാണ്. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, സിംഗുലർ മെട്രിക്സ്, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ട്രാൻസ്പോസ് എല്ലാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0 വരുന്ന മെട്രിക്സുകളാണ് സിംഗുലർ. ഇനി ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഇത്ര നാൾ പഠിക്കാത്ത എന്നാൽ പുതിയതായി വരുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറയും. കോംപ്ലക്സ് കോൺജുഗേറ്റ് അഥവാ കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A കോൺജുഗേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കിടക്കുന്നത്. A കോൺജുഗേറ്റ് ഓർ A സ്റ്റാർ. A സ്റ്റാർ ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. A സ്റ്റാർ നോക്കൂ, A എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ കോംപ്ലക്സ് ആണ്, അറിയാലോ. ഇമാജിനറി 0 ആവുമല്ലോ. ഇതൊരു കോംപ്ലക്സ് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഇവയെ കോൺജുഗേറ്റ് എടുത്ത് എഴുതുന്നതിനാണ്, ഓരോ എലമെന്റിനെയും കോൺജുഗേറ്റ് എടുത്ത് എഴുതുന്നതിനെയാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ് മെട്രിക്സ് അഥവാ കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് 1 + I 1 - I, 2 I -2 I, 3 എന്ന് വെച്ചാൽ 3 + I0 എന്നാണ് അതിന്റെ കോൺജുഗേറ്റ്. 3 - I0, അതുകൊണ്ട് 3 തന്നെ 2 - I 2 + I. അപ്പോൾ ഒരു മെട്രിക്സ് എന്നാൽ അതിന്റെ കോൺജുഗേറ്റ്, ഓരോ എലമെന്റിനെയും കോൺജുഗേറ്റ് എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് അഥവാ A സ്റ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ട്രാൻസ്പോസ് കോൺജുഗേറ്റ് മെട്രിക്സ്. ട്രാൻസ്പോസ് കോൺജുഗേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം കോൺജുഗേറ്റ് മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുക്കുക എന്നർത്ഥം. അതിനെ സൂചിപ്പിക്കുന്നത് A ഡാഗർ എന്നാണ്. A സ്റ്റാർ എന്ന് പറയുന്നത് പോലെ ആ സിംബലിന് വേണ്ടി വിളിക്കുന്ന പേരാണ് A ഡാഗർ. A ഡാഗർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അതായത് നമ്മൾ ഇവിടെ ഈ മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എടുത്ത് വെച്ചല്ലോ, അതിനെ ട്രാൻസ്പോസ് ചെയ്യാം. അപ്പൊ എന്തൊരു 1 - I, 3 എന്ന് വേണ്ടി പോകും, 3 - 2I 2 + I. അപ്പൊ ഇത് രണ്ടുമാണ് ആദ്യത്തെ രണ്ട് സ്പെഷ്യൽ ടൈപ്പ്, കോംപ്ലക്സ് കോൺജുഗേറ്റും ട്രാൻസ്പോസ് കോൺജുഗേറ്റ് മെട്രിക്സ്. കോൺജുഗേറ്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേര് A ഡാഗർ. ശ്രദ്ധിച്ചോളൂ. അടുത്ത 2-3 ടൈപ്പ് നോക്കാം. സിംഗുലർ മെട്രിക്സ് അറിയാലോ. ഡിറ്റർമിനന്റ് 0 വരുന്നതിനെയാണ് സിംഗുലർ മെട്രിക്സ് എന്ന് പറയുക. രണ്ട് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ വരികയാണെങ്കിൽ അതിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് വരുന്നതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ പറഞ്ഞതാണ്. മെട്രിക്സ് അസോസിയേറ്റഡ് ടു ലീനിയർ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് മോഡ് ഡിറ്റർമിനന്റ് +or -1 വരിക, അല്ലെങ്കിൽ A × A' = I എന്ന് വരിക. അറിയാലോ, A × A' = I എന്ന് വരിക. അങ്ങനെ വരുന്നതിനെയാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇത്രയും നമുക്ക് അറിയാവുന്നതാണ്. ഇനി പുതിയ ഒരു മെട്രിക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ പേരാണ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഹെർമീഷ്യൻ മെട്രിക്സ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട മെട്രിക്സ് ആണ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സിമെട്രിക് A ട്രാൻസ്പോസ് = A ആണ്. ഹെർമീഷ്യൻ അതുപോലെ A ഡാഗർ = A വന്നാൽ A ഡാഗർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് ഓഫ് കോൺജുഗേറ്റ് മെട്രിക്സ്. ട്രാൻസ്പോസ് കോൺജുഗേറ്റ് മെട്രിക്സ് അത് തന്നെ ഒരു മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എടുത്ത് ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുക. A ഡാഗർ = A വന്നാൽ A ഈസ് ഹെർമീഷ്യൻ. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, A എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു. A = മെട്രിക്സ് 3 1 + I 1 - I 2. ഞാൻ A കോൺജുഗേറ്റ് എടുക്കുന്നു. 3 ക്ക് 3 തന്നെ, റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് റിയൽ നമ്പർ തന്നെ. 1 - I then 1 - I 1 + I 2 തന്നെ. ഈ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, ദാറ്റ് ഈസ് A ഡാഗർ എടുക്കുന്നു. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? 3 1 + I 1 - I 2. നോക്കൂ, ക്വസ്റ്റ്യൻ തന്നിരുന്നത് A തന്നെയല്ലേ? അത് A തന്നെയാണ്. അപ്പോൾ A കോൺജുഗേറ്റ് ട്രാൻസ്പോസ് അല്ലെങ്കിൽ A ഡാഗർ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? A തന്നെ കിട്ടി. അങ്ങനെ വരുന്ന മെട്രിക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് വിളിക്കുക. ഹെർമീഷ്യൻ മെട്രിക്സ്. ശ്രദ്ധിക്കുക. അപ്പോൾ സിമെട്രിക്കിന് ആന്റി സിമെട്രിക് ഉള്ളതുപോലെ തന്നെ ഹെർമീഷ്യൻ മെട്രിക്സിന് ഒരു ആന്റി ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ആന്റി ഹെർമീഷ്യൻ മെട്രിക്സ് എന്ത് വരും? A ഡാഗർ = -A കോൺജുഗേറ്റഡ് ട്രാൻസ്പോസ് നെഗറ്റീവ് ഓഫ് ദാറ്റ് മെട്രിക്സ് വരുമ്പോൾ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കാം. A = മെട്രിക്സ് 0 - 1 + I 1 + I 0.
അതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു. 0 0 തന്നെ -1 പ്ലസ് ആയി എടുത്ത് -1 മൈനസ് ആയി 1 പ്ലസ് ആയി എടുത്ത് 1 മൈനസ് ആയി 0. നൗ കോഞ്ചുഗേറ്റഡ് ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 1 മൈനസ് ആയി അങ്ങോട്ട് പോകും, -1 മൈനസ് ആയി പുറത്ത് വരും. ട്രാൻസ്പോസ് ചെയ്തു. ഇനി നിങ്ങൾ ഇതിൽ ഒരു നെഗറ്റീവ് പുറത്തെടുത്ത് നോക്കൂ. 0 ന്ന് നെഗറ്റീവ് പുറത്തെടുത്താൽ 0, ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ -1 പ്ലസ് ആയി, ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് ആയി ദെൻ 0. നിങ്ങൾ നോക്കൂ, ഇത് തന്നെ അല്ലേ a അല്ലേ ഇത്? അപ്പോൾ എന്തെന്നില്ല -a. അപ്പോൾ a ഡയഗണൽ ഈക്വൽ ടു എന്തായി? -a എന്നായി. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? ആന്റി ഹെർമിഷ്യൻ മാട്രിക്സ് ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാട്രിക്സ് ആണ്. ശ്രദ്ധിക്കുക. അടുത്ത രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാട്രിക്സ് നോക്കാം. യൂണിറ്ററി മാട്രിക്സ്. യൂണിറ്ററി മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് അതിന്റെ ഡയഗണൽ തുല്യമായാൽ, ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് ഡയഗണൽ തുല്യമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി മാട്രിക്സ്. ഓക്കെ, അപ്പം ശരിക്കും ഇതുമായിട്ട് എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് അറിയാൻ മാത്രം മതി. എന്താണ് ഒരു യൂണിറ്ററി മാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എ മാട്രിക്സ് A ഇൻവേഴ്സ് ഈക്വൽ ടു ഇറ്റ്സ് ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ്, അല്ലെങ്കിൽ A ഡയഗണൽ ഈക്വൽ ടു A ഇൻവേഴ്സ്. A ഡയഗണൽ എന്ന് പറയുന്നെങ്കിലും ഇതിനെ കറക്റ്റ് ആയിട്ട് വിളിക്കുന്നതാണ്, സിമ്പിൾ വിളിക്കുന്നതാണ് ഡയഗണൽ എന്ന് നമ്മൾ പറയേണ്ടത്. അപ്പോൾ സിമ്പിളിനാണ് നമ്മൾ ഡാഗർ എന്ന് പറയുന്നതെങ്കിലും ശരിക്കും ഇതിനെ വിളിക്കുന്നത് എ ഡാഗർ എന്ന് പറയുന്നതിന് കറക്റ്റായിട്ട് ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് എന്നാണ്. അപ്പം ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതിൻ്റെ കോഞ്ചുഗേറ്റഡ് ട്രാൻസ്പോസിന് അല്ലെങ്കിൽ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റിന് തുല്യമാവുകയാണെങ്കിൽ അതിനെയാണ് യൂണിറ്ററി മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി എന്താണ് നോർമൽ മെട്രിക്സ്? A into A dagger equal to I, A into A dagger equal to I equal to A dagger into A എന്ന് വരുന്ന ടൈപ്പിലുള്ള മെട്രിക്സിനെയാണ് നോർമൽ മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി അടുത്തത് അറിയേണ്ടത് പറയണം ക്രോണക്കർ ഡെൽറ്റ മെട്രിക്സ്. ക്രോണക്കർ ഡെൽറ്റ മെട്രിക്സ്. ക്രോണക്കർ ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൽ ഐയും ജെയും, അതായത് നമുക്കറിയാം പൊസിഷൻസ് ഉണ്ടല്ലോ, AIJ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പൊസിഷൻസിൽ ഐയും ജെയും തുല്യമാവുകയാണെങ്കിൽ 1, അല്ലാത്തടത്തെല്ലാം 0. അതിനെയാണ് ക്രോണക് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി തന്നെ. നോക്കൂ, 1 1, ഇത് 2 2, ഇത് 3 3, A11 A22 A33 അങ്ങനെ ഡയഗണൽ വരുന്നത്, ഡയഗണലല്ല ഈക്വൽ വരുള്ളൂ. I ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3, ഡയഗണലെല്ലാം 1ഉം ഈക്വൽ അല്ലാത്തടത്തൊക്കെ 0 വരുന്ന മെട്രിക്സുകളാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രോണക്കർ ഡെൽറ്റ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് മെട്രിക്സുകളാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സുകളായിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ. അടുത്തത് നോക്കാം നമുക്ക് ട്രേസ് ഓഫ് എ മെട്രിക്സ്. നോക്കൂ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് എടുത്ത് പറയുന്നുണ്ട്, ബട്ട് അതിൽ വരുന്ന ഒരു ചെറിയ പോർഷനാണ് ട്രേസ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ട്രേസ് ഓഫ് എ മെട്രിക്സ്, ട്രേസ് അഥവാ സ്പർ എന്ന് പറയും, സ്പർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റുകളുടെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ എ ഒരു മെട്രിക്സ് ആണ് 6 2 3 -1 0 4 0 1 5 എങ്കിൽ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആഡ് ചെയ്തെടുക്കുക, 6 0 5 ആഡ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് അഥവാ സ്പർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ട്രേസിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. ട്രേസ് ABC എന്ന് പറഞ്ഞാൽ ട്രേസ് BAC ഈക്വൽ ടു ട്രേസ് CAB. സൈക്ലിക് ഓർഡറിൽ ABCയുടെ സൈക്ലിക് ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവയുടെ ട്രേസുകളെല്ലാം തുല്യമായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ജസ്റ്റ് അറിയണമെന്നില്ല, എന്താണ് ട്രേസ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ശ്രദ്ധിക്കുക. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് ലീനിയർ വെക്ടർ സ്പേസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന. നിങ്ങൾ ബേസിക്കുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിലും ലീനിയർ ഓൾജിബ്ര എന്ന് വലിയൊരു മാത്തമാറ്റിക്കൽ ബ്രാഞ്ചിൻ്റെ വളരെ ബേസ്മെൻ്റ് ആയ ഒരു സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ലീനിയർ വെക്ടർ സ്പേസസ്. അതിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ ഞാൻ ഇത് രണ്ടും XY പ്ലെയിനുകളാണ് അല്ലേ? XY പ്ലെയിനുകളാണ്. XY പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 2 ഡയമെൻഷണൽ പ്ലെയിനുകളാണിവ. അതിനകത്തൊക്കെ A എന്ന് പറയുന്ന ഒരു 1 1, B 4 4, C -2 -2 ഇതെല്ലാം 2 പോയിന്റുകൾ, 2 പൊസിഷൻസ് ചേരുന്ന ഓർഡേർഡ് പെയറാണ് അല്ലേ? ഇവിടെയും നമ്മൾ ഒരുപാട് പോയിന്റുകൾ വരച്ചിട്ടുണ്ട്. നോക്കൂ, A B C D E F എല്ലാം വരച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 പോയിന്റുകൾ, ഇത് 3 ഡയമെൻഷൻ ആകുമ്പോൾ 3 എണ്ണമാകും, 4 ആകും, 5 ആകും. അതിനെയാണ് നിങ്ങൾ ഇനി മുതൽ വെക്ടർ എന്നേ പറയുകയുള്ളൂ, അതിനെ n ട്യൂപ്പിൾ വെക്ടർ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു 2 ട്യൂപ്പിൾ, 2 എലമെൻറ്റുകൾ വരുന്ന ഒരു വെക്ടറാണ് എന്ന് പറഞ്ഞാൽ R² എന്ന് പറയുന്ന റിയൽ സ്പേസിലെ, R² എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ റിയൽ സ്പേസിലെ വെക്ടറുകളാണിവ, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ യൂക്ലിഡിയൻ സ്പേസിലെ പോയിന്റുകളാണിവ. ഇതും R² തന്നെയാണ്. R² എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ, 2 റിയൽ നമ്പറുകൾ അടങ്ങുന്ന ഒരു വെക്ടറുകൾ ചേർന്ന R²ലെ വെക്ടറുകളാണ് ഇതും ഇതും. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ എടുത്ത വെക്ടർ A11 ആണെന്ന് വെക്കുക, 1 1. ഇനി ഇതിനിടയ്ക്കൊരു വെക്ടറും കൂടെ ഞാൻ പരിഗണിച്ച് നോക്കുക, 3 3 3 3. അതിനെ B എന്ന് വിളിക്കുന്നു, ഇതിനെ C എന്ന് വിളിക്കുന്നു, 3 3. അങ്ങനെ 2 വെക്ടറുകൾ, 2 കോളം വെക്ടറുകളെ ഞാൻ എടുത്തു, 1 1ഉം 3 3ഉം. ശരിയല്ലേ?
ഈ 1 1 ഉം 3 3 എടുക്കുമ്പോൾ നോക്കൂ 1 1 എന്ന് പറയുന്ന വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒറിജിനിൽ നിന്നൊരു ലെങ്ത് പരിഗണിക്കാൻ കഴിയും. ഈ 1 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനിൽ നിന്ന് ഒരു വെക്ടർ ഉണ്ട്, ഒരു ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ബി എടുത്താൽ അതിനും ഒറിജിനിൽ നിന്ന് അതിലേക്കൂടെ തന്നെ വേറൊരു വലിയ വെക്ടറുകളുണ്ട്. ഇങ്ങനെ 2 വെക്ടറുകളാണ്, ഒന്നിൻ്റെ മേളിൽ കിടക്കുക, അതിനാണ് പാരലൽ എന്ന് പറയും. അപ്പോൾ ഇവിടെ എയും ബിയും 2 വെക്ടറുകളാണ്. ഓരോ പോയിന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെങ്ത്, ഒരു വെക്ടർ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഒരു 1 1 കറസ്പോണ്ടൻസ് പറയാൻ കഴിയും. അങ്ങനെ എയും ബിയും ഞാൻ പരിഗണിച്ചു. പക്ഷേ ഇവിടെ കുറേ വെക്ടറുകളുണ്ട്, 4 4 ഉണ്ട്, -2 -2 ഉണ്ട്. അപ്പം നോക്കൂ എയും ബിയും ഉണ്ട്. ഇനി എനിക്ക് എയും ബിയും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4 4 കിട്ടും ഇല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 4 കിട്ടില്ലേ? കിട്ടും. ഇനി എയെ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? -2 -2 കിട്ടും. അങ്ങനെ നിങ്ങൾ ഈ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ അവയൊക്കെ ഇതിനകത്ത് തന്നെയല്ല വരികയുള്ളൂ. ഇങ്ങനെ ഈ ഒരു ലൈൻ, നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഒറിജിനൽ പോകുന്ന ഈ ലൈനകത്ത് അല്ലാതെ വേറെ എങ്ങും വരില്ലല്ലോ, വേറെ എങ്ങും വരില്ല. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഈ എയും ബിയും 2 വെക്ടറുകളുണ്ട്, അവയുടെ എന്ത് കോമ്പിനേഷൻ എടുത്താലും ഇങ്ങനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ പോകുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എയും ബിയും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഒരാൾ മറ്റൊരാളുടെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞായിരുന്നു. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ 2 വെക്ടർ ഡിപ്പെൻഡൻ്റ് ആവണമെങ്കിൽ ഒന്ന് മറ്റൊരാളുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേസമയം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആവുകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട്, ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്താലും അതെല്ലാം ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും, ഒറിജിനിലൂടെയുള്ള സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. ബട്ട് നിങ്ങൾ എടുക്കുന്ന വെക്ടറുകൾ ദാ ഇവിടെ എടുത്തിരിക്കുന്ന A10 B01 കണ്ടില്ലേ? ഈ 2 വെക്ടറുകൾ എടുത്തു. ഈ 2 വെക്ടറുകൾ എടുത്തിട്ട് ഈ 2 വെക്ടറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾ ലീനിയർ ഒന്നിൻ്റെ പ്രൊപ്പോർഷണലാണോ? ഇതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് എങ്ങനെയെങ്കിലും എഴുതാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1 ആണ്. ദാറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം C1a + C2b = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ C1 ഉം C2 ഉം 0 ആകാതെ ഒരു കാലത്തും ഇവയുടെ കോമ്പിനേഷൻ എന്താവില്ല? 0 ആവില്ല. അതേസമയം നിങ്ങൾ ഇവിടെ C1a + C2b = 0 എന്ന് എടുത്താൽ നിങ്ങൾ C1ന് പകരം ഒരു 3 കൊടുക്കുകയാണ്, 3a. C2ന് പകരം -1 കൊടുത്താൽ -1b ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് 0 കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. കാരണം ഇവിടുത്തെ കോൺസ്റ്റൻറ്റുകൾ 2 നോൺ 0 ആയി, അപ്പോൾ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാൽ ഇവിടെ C1 ഉം C2 ഉം 0 ആകാതെ ഒരു കാരണവശാലും അത് 0 വരില്ല. അപ്പോൾ അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ എ വരച്ചു, എക്ക് കറസ്പോണ്ടിങ് ഒരു വെക്ടർ ഉണ്ട്, ബി വരച്ചു, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വെക്ടർ ഉണ്ട്, 0 1. എയ്ക്കും ബിക്കും ഉണ്ട്. ഇനി ഞാൻ എയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 1 0 + 3 × 0 1. ദാണ്ട് 2 × 1 0 + 4 × 3 അല്ല 4 × 0 1 ചെയ്യുമ്പോൾ 2 0 + 0 4 ആഡ് ചെയ്യുമ്പോൾ 2,4 എന്ന് വരും. ശരിയല്ലേ? ഇത് മൾട്ടിപ്ലൈ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2,4 എന്ന് വരും. 2,4 എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന അടുത്തൊരു വെക്ടറായില്ലേ, അതിനെ എനിക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കാമല്ലോ. അതേപോലെ 1 0 നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബിയെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3 3 എന്ന് കിട്ടും, അത് അടുത്ത വെക്ടറായില്ലേ. ഇനി ഇത് നോക്കൂ, 6 1. എ നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബിയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 6 1 കിട്ടില്ലേ. ഇനി ഈ 2 വെക്ടറുകൾ സിയും ഡിയും കിടക്കുന്നു, അത് രണ്ടും കൂടെ ആഡ് ചെയ്തു നോക്കുക. സിയും ഡിയും കൂടെ ആഡ് ചെയ്താൽ 2 + 3 5, 4 + 3 7, അടുത്ത വെക്ടർ ആവില്ലേ 5 7 എന്ന് പറയുന്നത്? ആവുമല്ലോ. ഇനി നിങ്ങൾ 0യും 1നെയും എ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബിയെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 -5 അത് ഇവിടെ വരും, കണ്ടില്ലേ. ഇനി എ നിങ്ങൾ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 0 + 0 2 -4 2 അത് ഇവിടെ വരില്ലേ. അങ്ങനെ നമ്മൾ ഈ 2 വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ 2 വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ R² എല്ലാ പോയിന്റുകളെയും നിങ്ങൾക്ക് വെക്ടറുകളാക്കി മാറ്റാൻ കഴിയും. എല്ലാ പോയിന്റുകളെയും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ കഴിയും, എല്ലാ പോയിന്റുകളെയും എടുക്കാം. ഏതൊരു പോയിന്റ് എടുത്താലും ഈ 2 വെക്ടറുകളുടെ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് ഈ R² ഏതൊരു പോയിന്റും, R² എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 4 ക്വാഡ്രന്റുകൾ, ഇതിൽ വരുന്ന ഏതൊരു പോയിന്റുകളെയും നിങ്ങൾക്ക് എയും ബിയും ഉപയോഗിച്ച് എഴുതാൻ കഴിയും. എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയും. അങ്ങനെ എയുടെയും ബിയുടെയും ലീനിയർ ഇവിടെ പക്ഷെ പറ്റുമായിരുന്നോ? പറ്റില്ല. കാരണം എയും ബിയും നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്താൽ ഈ ഒറ്റ വരയിൽ കൂടി അല്ലാതെ ഈ ഫുൾ പോയിന്റുകളെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു കാരണവശാലും ഫുൾ പോയിന്റുകളെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഒരു പോയിന്റ് സപ്പോസ് 0 3 എടുത്ത് നോക്കുക, ഈ 0 3 ഒരിക്കലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നിന്ന് കിട്ടില്ല.
അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഇവിടെ കിട്ടില്ല. പക്ഷേ ഇവിടെ ഈ രണ്ട് വെക്ടറുകൾ ഉപയോഗിച്ച് എയും ബിയും ഉപയോഗിച്ച് നിങ്ങൾക്കുള്ള ഈ സ്പേസിലുള്ള എല്ലാ ആളുകളെയും എന്ത് ചെയ്തെടുക്കാൻ കഴിയും? ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അത് എന്തുകൊണ്ടാണ്? എയും ബിയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് വെക്ടറുകൾ ഉപയോഗിച്ച് ആർ സ്ക്വയറിൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് വരച്ചാൽ മനസ്സിലാവുന്നുള്ളതാണ് ഞാൻ 2 ഡയമെൻഷനിൽ വരച്ചത്. 3 ഡയമെൻഷനിലാകും, 3rd ഡയമെൻഷനിലാകുമ്പോൾ ഇവിടെ 3 വെക്ടറുകൾ വരും, എ ബി സി. അവിടെ ആകുമ്പോൾ എന്താ 1 0 0 0 1 0 0 0 1 എന്ന് വരും. 4 ഡയമെൻഷണൽ, 5th ഡയമെൻഷൻ, ഏത് നിങ്ങൾ ഡയമെൻഷൻ n ഡയമെൻഷൻ എടുത്താൽ അതിനനുസരിച്ച് കുറേ n ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് വെക്കുക. ആ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് ആർ സ്ക്വയറിൽ അല്ലെങ്കിൽ r⁻n എല്ലാ വെക്ടറുകളെയും നിങ്ങൾക്ക് സ്പാൻ ചെയ്തെടുക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, സ്പാനിങ് ഓഫ് വെക്ടേഴ്സ്. സ്പാൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ, അവ ചേർന്ന് മൂന്നാമതൊരാളുണ്ടായി, പിന്നീട് അതിനേക്കാൾ വലിയൊരാളുണ്ടായി, ചെറിയ ആളുണ്ടായി, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു തയ്യൽ പോലെ ഇങ്ങനെ ചേർന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ ഒരു ശൃംഖലയായി മാറും. അതിനെയാണ് സ്പാനിങ് എന്ന് പറയുക. രണ്ട് വെക്ടറുകളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വേണമെങ്കിലും ഇൻഫിനിറ്റി ഓഫ് വെക്ടേഴ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഇൻഫിനിറ്റി ഓഫ് ഇത് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ബേസായ ആ 2 വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 വെക്ടറുകൾ ഉപയോഗിച്ച് ആർ സ്ക്വയറിലെ എല്ലാ വെക്ടറുകളെയും നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നു സ്പാനിങ്ങിലൂടെ. ജനറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് പറയുന്നത് സ്പാനിങ് ഓഫ് വെക്ടേഴ്സ്. ആ സ്പാനിങ് ഓഫ് വെക്ടേഴ്സ് വഴി എല്ലാ വെക്ടറുകളെയും ജനറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഈ വെക്ടറുകളെല്ലാം കൂടെ അടങ്ങിയ ഈ ഒരു സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ വെക്ടർ സ്പേസ്. ഈ 2 ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടറിൻ്റെ കോമ്പിനേഷൻസുകൾ ചേർന്ന് കിട്ടുന്ന ആർ സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് സ്പേസ്, 2 ഡയമെൻഷണൽ സ്പേസ് അല്ലെങ്കിൽ ആർ സ്ക്വയറിനെ, റിയൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ വെക്ടർ സ്പേസ്. r³ ആകാം, r⁴ ആകാം, r⁵ ആകാം, ഏത് സ്പേസ് വേണമെങ്കിലും വരാം. അപ്പം അങ്ങനെ ഇതിനെയാണ് ലീനിയർ വെക്ടർ സ്പേസ് എന്ന് വിളിക്കുക. ഈ ലീനിയർ വെക്ടർ സ്പേസ് സ്പാൻ ചെയ്തെടുത്തത് ആരൊക്കെയാണ്? എയും ബി എന്ന് പറയുന്ന 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ്. ഈ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വഴി സ്പാനിങ്ങിലൂടെ നമ്മൾ ലീനിയർ വെക്ടർ സ്പേസിലെത്തി. അങ്ങനെ സ്പാൻ ചെയ്യാൻ ഉപയോഗിച്ച ബേസ് ആയിട്ടുള്ള ഈ 2 ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടല്ലോ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ്, അവരെ വിളിക്കുന്ന പേരാണ് ബേസിസ്. എന്താണ്? അവരെ വിളിക്കുന്ന പേരാണ് ബേസിസ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു 3 ഡയമെൻഷൻ ആണെന്ന് വെക്കുക. 3 ഡയമെൻഷനിൽ നിന്ന് 3 വെക്ടറുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ. 3 വെക്ടറുകൾ, ഇതിപ്പോൾ നോക്കൂ, 2 ഡയമെൻഷനാണ്. ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ ഈ ഒരു പ്ലെയിനകത്താണ് കിടക്കുക, അല്ലേ? ഒരു പ്ലെയിനകത്താണ് കിടക്കുക. ഇവിടെ നിങ്ങൾ 1 ഡയമെൻഷൻ എന്ന് പറയണ്ട, 1 1 മാത്രമല്ലേ ഉള്ളൂ, കോമ്പിനേഷൻ എടുക്കാൻ കഴിയില്ല. 2 ഡയമെൻഷനോട് തുടങ്ങാം. 2 ഡയമെൻഷൻ ഇതൊരു പ്ലെയിനാണ് കിടക്കുക. അതേസമയം 3rd ഒരു ഡയമെൻഷനിലുണ്ടെങ്കിൽ സ്പേസിലേക്ക് വെക്ടറുകൾ വരില്ലേ? അപ്പോൾ ഒരു വലിയ ബോൾ സ്പിയർ ഷേപ്പിലായി മാറും. അപ്പം r³ എന്ന് പറയുന്ന സ്പേസ് ഒരു സ്പിയർ ഷേപ്പായിട്ട് സങ്കല്പിക്കാം. ഒരു വട്ടത്തിലല്ല, ശരിക്കും നിങ്ങൾ സങ്കല്പിക്കുക, ഇൻഫിനിറ്റ് ആയിട്ട് വരുന്ന സ്പിയർ പോലെ വരില്ലേ സ്പേസ്? ഒറിജിൻ പുറത്തേക്കും കൂടി വരില്ലേ വെക്ടറുകൾ? എന്നാൽ ഈ r³ തന്നെ, r³ എന്ന് പറയുന്നതിൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് വരിക. അതിൽ തന്നെ അതിൻ്റെ 2 എണ്ണമേ ഉള്ളൂ എന്ന് വെക്കുക. 1 0 0 0 1 0 എന്ന് പറയുന്ന 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉള്ളെന്ന് വെക്കുക. r³ വരുന്ന 2 പേര്, ഈ 2 പേര് വെച്ച് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലെയിൻ ആകില്ലേ? r³ എന്ന് പറഞ്ഞാൽ സ്പിയർ ആണ്. പക്ഷേ ആ സ്പിയറിനെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ, ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രോസ് സെക്ഷൻ അതൊരു പ്ലെയിൻ അല്ലേ? അത് ജനറേറ്റ് ചെയ്യുന്നതിന് 3 പേരുടെ ആവശ്യമില്ലല്ലോ, 2 പേരുടെ ആവശ്യമില്ല ഉള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 3rd ഡയമെൻഷൻ ആകുമ്പോൾ ഇത് വലിയൊരു സ്പേസായി, ഒരു ഗോളം സ്പിയറായി മാറും. എന്നാൽ ആ സ്പിയറിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അതൊരു പ്ലെയിൻ ആയി മാറും, ഒറ്റ പ്രതലം. അത് ജനറേറ്റ് ചെയ്യുന്നതിന് എക്സും വൈയും മാത്രം മതി, Z വേണ്ട ആവശ്യമില്ല. പക്ഷേ r3 ആളാണത്, ആ സ്പിയറിൻ്റെ ഭാഗമാണ് ആ പ്ലെയിൻ, r3 ആളാണ്. പക്ഷേ അവിടെ എന്തേ ഉള്ളൂ? 2 വെക്ടറുകൾ, 2 ഇൻഡിപെൻഡൻറ്റ് വെക്ടറുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് r3 തന്നെ r2 എന്ന് 2 ഇൻഡിപെൻഡൻറ്റ് വെക്ടറുകൾ വെച്ചിട്ട് നമുക്ക് പ്ലെയിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. r3 ശരിക്കും മാക്സിമം 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സാണ് വരേണ്ടത്. പക്ഷേ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് വരുമ്പോൾ അത് സ്പിയറായി മാറും. എന്നാൽ അതിൻ്റെ സബായിട്ടുള്ള 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അതിലുള്ളൂ എങ്കിൽ അതൊരു പ്ലെയിൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക, ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകും. എന്നാൽ പിന്നെയും അത് കുറഞ്ഞ ഒന്നാണെങ്കിൽ അതൊരു ലൈൻ ആയിരിക്കും പാസ് ചെയ്യുക, ഒറിജിനിലൂടെ സ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം,
നമ്മൾക്ക് R³ എന്ന് പറയുന്ന ഒറിജിനൽ വെക്ടർ സ്പേസ് ആണെങ്കിലും അതിൻ്റെ സബ് സ്പേസുകൾ ഉണ്ടാകാം. ആ സബ് സ്പേസുകളാണ് R³ സബ് സ്പേസ് ആണ് R². അവിടെ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പം R³ എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾക്ക് വേണമെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത് 2 വെക്ടറുകളാകാം. R³ ബേസിസ് എത്ര വരാം? 3 വെക്ടറുകൾ വരാം. R³ 3 ബേസിസ് വരാം, 2 ബേസിസും വരാം. അപ്പോൾ ഒരു ബേസിസിൽ എത്ര വെക്ടറുകൾ ഉണ്ട് എന്ന് ഇപ്പോൾ നോക്കൂ. R² ആയിരുന്നു, എയും ബിയും ആയിരുന്നു ബേസിസ് വെക്ടറുകൾ. എയും ബിയും എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. അങ്ങനെ ബേസിസിലെ വെക്ടറുകളുടെ എണ്ണത്തെ അല്ലെങ്കിൽ ബേസിസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ഡയമെൻഷൻ ഓഫ് ദാറ്റ് വെക്ടർ സ്പേസുകൾ എന്ന് പറയുക. ഡയമെൻഷൻ എന്തെന്ന് പറയുക? ഡയമെൻഷൻ. അപ്പം R³ എന്ന് പറയുന്ന വെക്ടറിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ ആണ് ജനറേറ്റ് ചെയ്ത് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ R³ എന്ന് പറയുന്ന 3 ഡയമെൻഷനായിട്ട് അല്ലെങ്കിൽ തേർഡ് സ്പേസിൽ നമ്മൾക്ക് കിട്ടിയത്, തേർഡ് ഡയമെൻഷൻ സ്പേസിൽ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വെക്ടറുകളെ കിട്ടിയുള്ളൂ എങ്കിൽ ബേസിസ് 2 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ 2 ആണ്. ഡയമെൻഷൻ 2 ആകുമ്പോൾ R³ ഒരു സബ് സ്പേസ് ആയി മാറുന്നത്. അതിനെ സബ് വെക്ടർ സ്പേസ് എന്ന് പറയും. സബ് സ്പേസ്, ലീനിയർലി വെക്ടർ സബ് സ്പേസസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ R⁴ സബ് സ്പേസ് ആയിട്ട് R3 വരാം. R⁴ ഏതൊക്കെ സബ് സ്പേസ് വരാം? R3 വരാം, R2 വരാം സബ് സ്പേസുകളായിട്ട്. R⁵ എടുത്താൽ R⁴ വരാം, R⁵ വരാം, R² വരാം, എല്ലാം സബ് സ്പേസുകളായി വരാം. അപ്പോൾ അങ്ങനെ ഈ വെക്ടർ സ്പേസുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എയും ബിയും ലീനിയർ കോമ്പിനേഷനായി ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പേസിനെയാണ് ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പ്രോപ്പർട്ടികളുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം, ഇൻവെർട്ടിബിൾ ആകണം എന്നൊക്കെ പറഞ്ഞ് 3-4 പ്രോപ്പർട്ടികൾ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടികൾ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ലീനിയർ വെക്ടർ സ്പേസസ് ആവുകയുള്ളൂ. എനിവേ നമ്മൾക്ക് എയും ബിയും നമുക്കറിയേണ്ട 2 കാര്യങ്ങൾ, ഒരു R² അല്ലെങ്കിൽ R³ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ജനറേറ്റ് ചെയ്യുന്നതിന് 2 R² ആണെങ്കിൽ മാക്സിമം 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് വേണം. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെയാണ് അവയുടെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ സ്പാനിങ് എന്ന് പറയുന്നത്. ആ സ്പാനിങ്ങിലൂടെയാണ് ആ സ്പേസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ കോമ്പിനേഷനെയാണ്, ആ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 വെക്ടറുകളെയാണ് ബേസിസ് എന്ന് പറയുന്നത്. ബേസിസിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ ഉണ്ടോ അവയുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻ. അപ്പം R⁵ ആണെങ്കിൽ മാക്സിമം ബേസിസ് 3 ആകാം, 3 ഡയമെൻഷൻ വരാം. എന്നാൽ അതിൻ്റെ സബ് സ്പേസ് ആണെങ്കിൽ 2 കാണുള്ളൂ, അതിന് എന്താവാം? ഡയമെൻഷൻസ് 2 ആകാം. ശ്രദ്ധിക്കുക. നമുക്ക് ഡയമെൻഷനും ബേസിസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇസ് ദ നമ്പർ ഓഫ് ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് എന്നാണ്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിസ് എന്ന് പറഞ്ഞാൽ ബേസിസ് ഈസ് ദ basis is a set of linearly independent vectors of a vector space. അപ്പോൾ ഡയമെൻഷനും ബേസിസും കാണാൻ നോക്കും. ഇവിടെ തന്നിരിക്കുന്നത് 1, 2, 3, 4 വെക്ടറുകൾ തന്നിട്ടുണ്ട്. ശരിക്കും ഓരോ 4 എലമെൻറ്റുകളാണ്. അപ്പോൾ ശരിക്കും R⁴ വരുന്നതാണെന്ന് കരുതാം. R⁴ വരുന്ന 4 വെക്ടറുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് അറിയേണ്ടത്. ഡയമെൻഷനും ബേസിസും അറിയണം. ഇൻഡിപെൻഡൻറ്റ് വെക്ടറുകൾ ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കണം. ഡയമെൻഷൻ എന്താണെന്നും അറിയണം. അപ്പോൾ നോക്കൂ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കൂ, ബേസിസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടറുകളെ കണ്ടുപിടിക്കുകയാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഈ വെക്ടറുകളെ മെട്രിക്സ് ആക്കി മാറ്റി നമ്മൾ റോ റിഡക്ഷൻ നടത്തും. ശരിയല്ലേ? അപ്പോൾ ഞാൻ എഴുതുന്നു, കൺസിഡർ. ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കുന്നത്. 0 1 0 6 -3 2 -1 2 4 1 3 0 3 15 -6. റോ റിഡക്ഷൻ ചെയ്യുകയാണ്. ഫസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈക്വൽ ടു എന്തെന്നാണ്? R3 ചേഞ്ചസ് ടു R3 - 2R1 and R4 changes to R4 - 3R1. ശരിയാണല്ലോ? ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 1 0 1 5 2. സെക്കൻഡ് റോ 0 1 0 6 -3 2 -2 0 -1 -0 -1 2 -2 0 4 -10 -6 1 -4 -3. ശരിയാണല്ലോ? അടുത്തത് 3 -3 0 0 -0 0 3 -3 0 15 -10 it's 15 -15 it's 0 -6 -6 it's -12. ശരിയാണല്ലോ? -6 -6 is -12.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇനിയും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ 1 0 0 ആയി കഴിഞ്ഞു. നേരെ ഡയഗണൽ അടുത്ത 1 വരുമ്പോൾ അതിന് താഴേക്കുള്ള -1 അപ്പോൾ ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? 1 0 1 5 2. സെക്കൻഡ് റോ 0 1 0 6 -3 ആൻഡ് 0 + 0 0 -1 + 1 0 0 0 -3 + -3 -9. ശരിയാണല്ലോ. ലാസ്റ്റ് 0 0 0 0 -12. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഡയഗണലായിരുന്നു ഇയാൾ വന്നു നേരെ ഇവിടെയാണ് വരേണ്ടത്. അവിടെ ആളില്ല, അതിന് താഴേക്ക് മാറ്റാനില്ല. നേരെ എന്ത് ചെയ്യുക? തൊട്ടടുത്ത ആളിലേക്ക് പോകുന്നു. അവിടെ ആളില്ല, അതിന് താഴേക്ക് പാടില്ല, അപ്പോൾ തൊട്ടടുത്ത ആളിലേക്ക് പോകുന്നു. ഇനി ഇതാണ് നമ്മളുടെ പൊസിഷൻ നോക്കേണ്ടത്. അതിന് ഡയഗണലായിട്ടാണ് പിന്നെ പോകേണ്ടത്. അപ്പം -9 അല്ലേ, അതിനെ 1 ആക്കാൻ വേണ്ടി 1 ആക്കണമെന്ന് നിർബന്ധമില്ല, അതിന് താഴേക്കുള്ളത് 0 ആക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് R4 ചേഞ്ചസ് ടു 1/-12 R4 എന്നാക്കുന്നു. അപ്പോൾ ഇത് 1 ആയി മാറും. ശരിയല്ലേ? അപ്പോൾ എന്താവും? 1 0 1 5 2 0 1 0 6 -3 0 0 0 0 -9 0 0 0 0 1. ഇതിനെ 1 ആക്കിയാലും മതി, ഇതിനെ 1 ആക്കിയാലും മതി. അപ്പോൾ ഇത് 1 ആയി എളുപ്പമുണ്ട്, കാരണം അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് R3 ചേഞ്ചസ് ടു R3 + 9 R4 എന്ന് എടുക്കുന്നതോടുകൂടി ഇതാൾ 0 ആവും. R3 അല്ല, R4 ചേഞ്ചസ് ടു R3 + 9 R4 എന്നാവും. അപ്പോഴത്തേക്ക് എന്തായി മാറും? ഈക്വൽ ടു മെട്രിക്സ് 1 0 1 5 2 0 1 0 6 -3 0 0 0 0 -9 then 0 0 0 0 0 എന്നായി മാറി. ഇതാണ് ലാസ്റ്റ് റോ റിഡക്ഷൻ, അതായത് എക്ലോൺ ഫോം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് 1 2 3 എണ്ണമാണുള്ളത് അല്ലേ. 3 ഇൻഡിപെൻഡൻ്റ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 റോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ്. ഡയമെൻഷൻ 3 ആണ്. ഇനി എന്താണ് ബേസിസ്? ബേസിസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 വെക്ടറുകളാണ് ലീനിയർലി. ആ 3 വെക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഇവയാണ് അവയുടെ ബേസിസ്. ഫസ്റ്റ് 3 വെക്ടറുകൾ, ആദ്യം എഴുതിയ 3 വെക്ടറുകൾ ഏതൊക്കെയാ? ദാറ്റ്സ് ഈക്വൽ ടു വെക്ടർ എന്തെന്നാ വരിക? സെറ്റിനകത്ത് 1 0 1 5 2. രണ്ടാമത്തെ വെക്ടർ 0 1 0 6 -3 0 1 0 6 -3. തേർഡ് വെക്ടർ 2 -1 2 4 1. അപ്പം ഈ 3 വെക്ടറുകളാണ് ബേസിസ്. അതിൻ്റെ എണ്ണമായ 3 ആണ് ഡയമെൻഷൻ. അപ്പോൾ നോക്കൂ, ശരിക്കും നമ്മൾക്ക് 4 വെക്ടറുകൾ തന്നു. R⁴ പോയിന്റുകളാണെങ്കിലും അവയ്ക്കുള്ളിൽ ജനറേറ്റ് ചെയ്ത സ്പേസ് എന്ന് പറയുന്നത് 3 ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്പിയറിൽ നിന്ന് പ്ലെയിൻ എന്ന് പറയുന്ന പോലെ R⁴ എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിന്നും R³ എന്ന് പറയുന്ന സബ് സ്പേസുകളെ ജനറേറ്റ് ചെയ്യുന്ന ബേസിസ് ആണിത്. അതിൻ്റെ ഡയമെൻഷനാണ് 3. ഇങ്ങനെയാണ് ഒരു വെക്ടറുകൾ, കുറേ വെക്ടറുകൾ തന്നാൽ നമ്മൾ അതിൻ്റെ ഡയമെൻഷനും ബേസിസും കാണുക. ശ്രദ്ധിക്കുക.